ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, ഇത് ഞാൻ എല്ലാവരുടെ കയ്യിലും അളവ് കപ്പ് കാണണമെന്നില്ല. അപ്പോൾ അളവ് കപ്പ് ഉള്ളവർ അളവ് കപ്പ് ഉപയോഗിക്കുക, അല്ലാത്തവർ ഇതേപോലത്തെ ബൗളോ അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അത്യാവശ്യം അളവുള്ള ഗ്ലാസ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതേപോലൊരു ബൗളിലാണ് ഇന്ന് നിങ്ങൾക്ക് അളന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഫൈനായിട്ടുള്ള പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു കപ്പിൽ 1 കപ്പ് അരിപ്പൊടി. അപ്പോൾ ആദ്യം ഈ മൈദയും അരിപ്പൊടിയും ഞാൻ ഈ ബൗളിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത്, നമുക്ക് ഈ ഒരു കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് നാളികേരം തേങ്ങ ചിരകിയതാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കപ്പിൽ 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ഈ ഒരു കപ്പിന് 1 കപ്പ് പഞ്ചസാര എടുത്താൽ മതിയായിരിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ് എന്തിട്ടാണോ അളക്കുന്നത് അതേ സെയിം സാധനത്തിൽ തന്നെ എല്ലാം അളന്നാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ നമ്മൾ നേരത്തെ അരിപ്പൊടിയും മൈദയും ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുത്തായിരുന്നല്ലോ, അതിലോട്ട് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് 1.5 കപ്പ് പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 നുള്ള് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടുതലായി പോവും. നമ്മളിവിടെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ഉടനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വയ്ക്കുന്നില്ല. ഇത് ഇപ്പോൾ തന്നെ നമ്മൾ എടുത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ഞാൻ ഈ സ്നാക്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ സ്നാക്സ് ഒക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു സ്നാക്സ് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ
ആ ഒരു സൗണ്ടാണ് ഇടയ്ക്ക് കേൾക്കുന്നത്. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.